എന്റെ മോളെ, എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്ക്. ഇനിയും ഞാൻ ഈ കിടപ്പിവിടെ കിടന്നാ ശരിക്കും കിടന്നു പോവേ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? പ്രഭയല്ലേ ഇപ്പൊ അച്ഛനെ നോക്കുന്നത്. അവിടെയല്ലേ എന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞത്. അനങ്ങാൻ പറ്റാതെ കിടത്തി കളഞ്ഞില്ലയോ അവൻ. ഞാൻ ഈ കിടപ്പ് കിടക്കുകയും മറ്റുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോവുകയും. എന്റെ വയ്ക്കത്തപ്പ, നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തീ കൊടുത്ത് എന്നെ ഒന്ന് നടത്തിച്ചേ പറ്റൂ. പ്രഭേ, അച്ഛനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്തു. നല്ല ചേഞ്ച് ഉണ്ട്. കൈക്കും കാലിനും ഒക്കെ സെൻസേഷൻ ഉണ്ട്. നമുക്കൊന്ന് നടത്തിച്ചു നോക്കിയാലോ? നടക്കുന്ന എനിക്ക് തോന്നുന്നത്. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ നാടകം പൊളിച്ചാലെങ്ങനെ? നാടകോ? പ്രഭ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛന്റെ വക്രബുദ്ധിക്ക് കൂട്ടുനിന്നപ്പോ നീ വഞ്ചിച്ചത് നിന്റെ പ്രൊഫഷനെ. MBBS കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ ഉരുവിടുന്നൊരു സത്യവാചകം ഉണ്ടല്ലോ, അതാ നീ മറന്നത്. എല്ലാം പോട്ടെ, ഞാൻ കഴുത്തി താലി കെട്ടി എന്റെ ഭാര്യയല്ലേ എഴുതി. കുറെ കണ്ണീര് കളഞ്ഞത് മിച്ചം. ഇനി എന്തോത്തിനാ നമ്മളിവിടെ നിൽക്കുന്നേ? പെട്ടി എടുത്തോ മോളെ, നമുക്ക് പോവാം. എന്താ ഇത്ര വൈകിയത്? വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ആയി. പിന്നെ വേറെ ഊടുവഴികളിലൂടെ എവിടെ എത്തിയത്? അവരൊക്കെ എത്തി. നീ കാര്യം എന്താന്ന് പറയടാ. ജലജയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അപ്പൂപ്പ. അവരൊക്കെ അപ്പൂപ്പനെ കാത്തിരിക്കുക. ഞാൻ പ്രഭാകരനോടൊന്ന് ചോദിക്കാം. അതിന് ചിറ്റപ്പൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൂപ്പൻ വന്നാട്ടെ. അവര് വന്നിട്ട് ഒരുപാട് സമയമായി. അയ്യോ, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇത് എപ്പോ തുടങ്ങിയതാ? അപ്പൂപ്പനിങ്ങ എത്തി. അച്യുതക്കുറുപ്പ് പടത്തലവന്റെ ചെറുമോളാണ് കുട്ടീന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ വേറൊരു ചടങ്ങ് മാത്രം. മാങ്കോയിക്കൽ തറവാടായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. ഇപ്പോഴത്തെ കാലമല്ലേ, ഇവർക്ക് എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിലേ നമുക്ക് അല്പനേരം പുറത്തേക്ക് നിൽക്കാം. ആയിക്കോട്ടെ. അപ്പൂപ്പൻ വന്നേ. അപ്പൂപ്പന് പയ്യനെ ഇഷ്ടപ്പെട്ടോ? പയ്യൻ കൊള്ളാം, പക്ഷേ നല്ല തറവാട്ടുകാരനാ. ബാങ്കിലാ ജോലി. മറ്റ് പ്രാരാബ്ധങ്ങളൊന്നുമില്ല. ഒറ്റ മകൻ. ഈ ബന്ധം കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യ. എന്നാലും പ്രഭാകരനോടൊന്ന് പറയാതെ. അപ്പൂപ്പൻ ഒരാൾ ഇഷ്ടപ്പെടാനും ചിറ്റപ്പന്റെ അനുവാദം വാങ്ങണോ? സമയമാവുമ്പോ എല്ലാം പറയാമെന്നേ. നിനക്കിഷ്ടമായോ? ഈശ്വര, എല്ലാം മംഗളമായ മതിയായിരുന്നു. അപ്പൂപ്പ, അവരൊക്കെ പോകാനൊരുങ്ങി. വന്നാട്ടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. സഹദേവനോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. മേടം 10 കഴിഞ്ഞാ പിന്നെ ഒരു മുഹൂർത്തം കിട്ടാൻ പാടാ. ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പോവാ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ? മാങ്കോയിക്കൽ തറവാട്ടുകാരൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വല്യച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? എന്നോട് ചോദിക്കാതെ അവിടെ പോകാൻ ആര് പറഞ്ഞു? ഞാൻ പോയതല്ല, ആ നകുലൻ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാ. നീയാണ് സ്ഥലത്തുമില്ല. അവിടെ ചെന്നപ്പോഴല്ലയോ കെണിപ്പെട്ടത് മനസ്സിലായത്. ഇനി ഇപ്പൊ കെണിപ്പെട്ടു പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? വരുന്നതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിക്കും. എടാ പ്രഭാര, നീ എന്നെ എങ്ങനെയും സഹായിച്ചേ പറ്റൂ. പണം കൊടുക്കേണ്ട തീയതിക്ക് വരെ ധാരണയായി. ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പണത്തിന് ഞാനവിടെ പോവാനാ? വല്യത്തിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്നോട് ചോദിക്കാതെ എങ്ങും തലയാട്ട്. പറന്നാൾ കഴിഞ്ഞാൽ അന്നേ കാശിക്ക് പോയാ മതിയായിരുന്നു. ഈ തൊന്തറവൊന്നും വരികയില്ലായിരുന്നു. ഇനിയിപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. അയ്യോ, വീണ്ടും അവരെ തട്ട് തുടങ്ങും, ഫുട്ബോൾ പോലെ. അനുഭവിച്ചു.
പിന്നെ കൊച്ചുമോടെ കല്യാണമാ മാങ്കോയ്ക്ക് വലിയ പടത്തലവൻ മുടക്കിയിരിക്കുന്നേ, ഓർത്തോ? എന്റെ ശ്രീ പത്മനാഭ, അവിടെ അങ്ങനെ കാണും മോളെ? ഇല്ല, എല്ലായിടത്തും നോക്കി. അപ്പൂപ്പന്റെ ബാഗും പടവും കാണാനില്ല. ഇങ്ങേര് പിന്നെ എവിടെ പോയി? ദേവയാനിയുടെ അങ്ങ് അന്വേഷിച്ചു. അവിടെയും ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ. എന്നാൽ ഇനി എങ്ങും നോക്കിയിട്ട് കാര്യമില്ല. കാശിക്ക് വെച്ച് പിടിച്ചു കാണും. കാശിക്കും രാമേശ്വരത്തും ഒന്നും പോയിട്ടില്ല. അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക ആ പ്രഭാകരൻ. പണം തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ അപ്പൂപ്പൻ കയറി ഏറ്റെന്തിനാ? ചിറ്റപ്പൻ സമ്മതിച്ചു കാണില്ല. അപ്പൂപ്പൻ എന്ത് ചെയ്യണമെങ്കിലും ചിറ്റപ്പന്റെ അനുവാദം വേണമല്ലോ. നേരെ ഒന്ന് വെളുത്തോട്ടെ, എനിക്ക് രണ്ടിലൊന്നും അറിയണം. ദ്രോഹി, എന്തിനാടാ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? ഒരു പെണ്ണ് വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം നിനക്കറിയില്ല. നിനക്കൊരു മോള് വളർന്നു വരുന്നുണ്ടല്ലോ, അപ്പൊ നീ അനുഭവിക്കും. ഒടുവിൽ കളിയിൽ ചിറ്റപ്പൻ തന്നെ ജയിച്ചു. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത വഴി കുറെ കടന്നുപോയി. അപ്പൂപ്പന്റെ ഇല്ലാത്ത സ്വത്തിന്റെ പിറകെ ഞങ്ങൾ കുറെ പേര് ഓടുന്നത് കണ്ട് ചിറ്റപ്പൻ ശരിക്കും രസിച്ചു. ജലജയെ പറഞ്ഞയക്കാൻ വേറെ ഒരു വഴിയും കാണാത്തതുകൊണ്ടാ ഞാൻ ഈ കച്ചിത്തുരുമ്പ് കയറി പിടിച്ചത്. സഹദേവ, ഞാൻ പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊരു കൈപ്പഴ പറ്റിപ്പോയി, അത് നേരാ. പക്ഷെ ഇങ്ങനൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചേർത്ത് വിചാരിച്ചിട്ടില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചിറ്റപ്പന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജലജയോട് ഞാൻ എന്ത് സമാധാനമാണ് പറയേണ്ടത്? ജലജയുടെ കല്യാണം നമ്മൾ നടത്തുന്നു. ജലജ മാങ്കോയ്ക്ക് എത്ര പാട്ടിലെ പെണ്ണാ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അവളെ കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ആണുങ്ങൾ പറഞ്ഞ് നടക്കുന്നേ? ചേട്ടത്തി ധൈര്യമായിട്ടിരിക്കേ. എന്നാ കഴിയുന്ന ഞാനും നിന്നാ കഴിയുന്ന നീ ഒന്ന് സംഘടിപ്പിക്കേ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം സഹദേവ. മീശ പിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ആലോചന ഒരു കടവിലെത്തിയോ? കത്തെഴുതിയതുപോലെ അത്ര എളുപ്പമല്ല കല്യാണം നടത്താനല്ലേ? ആ, എന്തോന്നും പറയാത്തത്? എന്തോ പറയാനാ? നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം ഞങ്ങൾ നടത്തും. കോൺഫിഡൻസ് കൊള്ളാം. പക്ഷെ എങ്ങനാ? അതെങ്ങനാന്ന് ചോദിച്ചാല് അമ്മക്കുട്ടിയുടെ കല്യാണമാണ് നമ്മൾ നടത്തുകയല്ലേ, അതുപോലെ ഇതും അങ്ങ് നടത്തും. എങ്ങനെ നടത്തുന്നാ? പണം വേണ്ടേ? അത് 1-2 രൂപയുടെ കാര്യമാണോ? ഇപ്പൊ തന്നെ ഉള്ള കടം വീട്ടാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. അതൊന്നും പറയണ്ട, നീ വിചാരിച്ചാ നടക്കും. ഈ വീട് അച്ഛന്റെ പേരിലാണ്. അതിന്റെ ആധാരം അച്ഛനോടൊന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഞാനും അച്ഛനോട് ശരിയാകത്തില്ല. അതുകൊണ്ട്
2 മാസത്തിനകം തിരിച്ചെടുത്ത് കൊടുക്കാം. അതിന് അച്ഛൻ തരുമോ? നീ ചോദിച്ചാ തരും. എന്തോന്ന് വീട് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് കാശെടുക്കാവുന്നു? അയ്യടി, അല്ല, ഈ അവസരത്തിൽ പ്രഭയൊന്ന് സഹായിക്കാൻ. എന്തിന്? യവനോട് ആര് പറഞ്ഞു എഴുത്തയക്കാൻ? യവനാര് എഴുത്തച്ഛനോ? ആ ഒരു ഒറ്റ എഴുത്തുകാരനം ഓടി നടക്കേണ്ട ഈ പ്രായത്തിൽ എത്ര ദിവസമായി ഞാൻ കിടക്കേണ്ടി വന്നത്? ഇനിയിപ്പോ വീട് കൂടെ തുറച്ചേച്ച് വെല്ലെണ്ണനെ എല്ലാരും ഇട്ട് വട്ടലിട്ട പോലെ എന്നെ ഇട്ട് തട്ടാനാ? അതിന് വേറെ ആളെ നോക്കണം. അവനിട്ട് കുറെ കളിപ്പിക്കാൻ എന്നെ കിട്ടിയില്ല. ഓഹോ, അപ്പോ അച്ഛൻ കുറെ കാലം പ്രഭയുടെ മുമ്പിൽ എന്നെ കുരങ്ങളിപ്പിച്ചതോ? അതെ, അവനോട് ചോദിക്ക്. അവനാണല്ലോ എല്ലാത്തിനും കാരണം. എനിക്കിപ്പോ എല്ലാം മനസ്സിലായച്ച. എന്തെല്ലാം കുറ്റവും കുറവുണ്ടെങ്കിലും എനിക്ക് പ്രഭയും പ്രഭയ്ക്ക് ഞാനേ കാണുള്ളൂ. ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഓ